കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൽ EMF കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഡാനിയൽ സെല്ലിന്റെ പ്രവർത്തനം. എന്താണ് ഡാനിയൽ സെല്ലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? അതിന് രണ്ട് ഹാഫ് സെല്ലുകൾ ഉണ്ടെന്നറിയാം. ഒന്ന് ഒരു ഓക്സിഡേഷൻ ഹാഫ് സെൽ, മറ്റൊന്ന് റിഡക്ഷൻ ഹാഫ് സെൽ. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ സിങ്ക് സൾഫേറ്റ് ലായനിയും അതിൽ സിങ്ക് ഇലക്ട്രോഡും താഴ്ത്തി വെച്ചിട്ടുണ്ടാവും. എന്നാൽ റിഡക്ഷൻ ഹാഫ് സെല്ലിൽ കോപ്പർ സൾഫേറ്റ് ലായനിയും ഒരു കോപ്പർ ഇലക്ട്രോഡും ഉണ്ടായിരിക്കും. ഈ രണ്ട് ഇലക്ട്രോഡിനെയും എക്സ്റ്റേണലായി ഒരു വയർ വഴി വോൾട്ട് മീറ്ററുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. എന്തായിരുന്നു അത്? സിങ്ക് ഇലക്ട്രോഡിൽ നിന്ന് സിങ്ക് ആറ്റം സിങ്ക് അയോണായി ലായനിലേക്ക് വരികയും ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ആ ഇലക്ട്രോൺ എക്സ്റ്റേണലായി കണക്ട് ചെയ്ത വയർ വഴി കോപ്പർ ഇലക്ട്രോഡിലെത്തുന്നു. കോപ്പർ ഇലക്ട്രോഡിലെത്തിയ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? കോപ്പർ സൾഫേറ്റ് ലൈനിലെ കോപ്പർ അയോണുമായി കമ്പൈൻ ചെയ്ത് കോപ്പർ ആറ്റമായി ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ പ്രവർത്തനം തുടർച്ചയായി നടക്കുന്നതിന്റെ ഫലമായി സമയം കഴിയും തോറും ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലെ സിങ്ക് അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുകയും റിഡക്ഷൻ ഹാഫ് സെല്ലിലെ കോപ്പർ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വോൾട്ട് മീറ്റർ റീഡിങ് താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്പസമയം കഴിയുമ്പോൾ സിങ്ക് അയോണിന്റെയും കോപ്പർ അയോണിന്റെയും ഗാഢതയ്ക്ക് മാറ്റം വരാതിരിക്കുകയും വോൾട്ട് മീറ്റർ റീഡിംഗ് 0 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന്. ഓക്കെ, അങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ 0 ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സെൽ എന്നുള്ളത് എന്തായിട്ട് മാറുന്നു? ഈ സെൽ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം സ്റ്റേജിൽ സെൽ റിയാക്ഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാവുന്നതാണ്. Zn പ്ലസ് Cu2 പ്ലസ് gives Cu പ്ലസ് Zn2 പ്ലസ്. അപ്പൊ നമുക്ക് നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു നേൺസ്റ്റ് ഇക്വേഷൻ? ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT by NF into log concentration of copper into concentration of Zn2 plus divided by concentration of Cu2 plus into concentration of Zn. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം സ്റ്റേജ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് സെൽ പൊട്ടൻഷ്യൽ 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഈ രീതിയിലേക്ക് എഴുതാവുന്നതാണ്. 0 is equal to ഈ സെൽ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് 0 is equal to E0 സെൽ മൈനസ് 2.303 RT divided by NF into log concentration of copper into concentration of Zn2 plus divided by concentration of Cu2 plus into concentration of Zn. അവിടെ നേൺസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഈ രീതിയിലേക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം Cu ഇൻറ്റു Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് ഇൻറ്റു Zn എന്നതിനെ നമുക്ക് Kc എന്ന രീതിയിൽ എഴുതാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ Kc is equal to Cu ഇൻറ്റു Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ Cu2 പ്ലസ് ഇൻറ്റു Zn. ഈ രീതിയിൽ നമുക്ക് Kcയെ എഴുതാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് മാറ്റി നമുക്ക് എഴുതാം. എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 RT ഡിവൈഡ് ബൈ NF ഇൻറ്റു ലോഗ് Kc എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇക്വേഷൻ എഴുതാവുന്നതാണ്. ഇനി അതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E0 സെൽ ഈസ് ഈക്വൽ ടു
0.059 ഡിവൈഡ് ബൈ n ഇൻറ്റു ലോഗ് kc. ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെയ്ൻസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ. ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. In the standard state, the standard Gibbs energy change is given by delta R G0 is equal to minus NF E0 cell. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടെത്താവുന്നതാണ്. അതുപോലെ മറ്റൊരു ഇക്വേഷനാണ് ഡെൽറ്റ ആർ G0 is equal to minus 2.303 RT into log Kc. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ഓരോ ടേമും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെൽറ്റ ആർ ജി ഈസ് ദി ഗിബ്സ് എനർജി ഓഫ് ദി റിയാക്ഷൻ, എഫ് ഈസ് ദി ഫാരഡേ കോൺസ്റ്റന്റ് ആൻഡ് എൻ ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അവിടെ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടെത്താവുന്നതാണ്. ഓക്കെ.